ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ക്യാഡിനകത്ത് പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ നമ്മുടെ ഡിസൈന് കഴിഞ്ഞ വർഷത്തെ പോലുള്ള നല്ല പെർഫെക്റ്റ് ഡയമെൻഷനുള്ള ഡിസൈനാണ്. ഇന്നത്തെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഡിസൈനിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇതൊരു എൽ ഷേപ്ഡ് ബ്രാക്കറ്റ് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ? എൽ ഷേപ്ഡ് ബ്രാക്കറ്റ് പോലല്ല, പക്ഷെ അതിന്റെ ഏറ്റവും ബേസിക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു എൽ ഷേപ്ഡ് ബ്രാക്കറ്റ് പോലെ. ഒരു എൽ ഷേപ്ഡ് ബ്രാക്കറ്റ് പോലെ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, മുകളിലോട്ടൊരു റെക്ടാങ്കിൾ പോയിട്ടുണ്ട്. ആ റെക്ടാങ്കുലർ പീസ് ഇവിടെ കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ആ എൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. എൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടിയപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത് എന്താണ്? എൽ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. എല്ലിന്റെ തിക്നെസ്, ഇതിന്റെ ഡയമെൻഷൻസ് എത്ര? 96, 64, തിക്നെസ് 16, എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് 48, ഷാംഫർ, റേഡിയസ് 32. ഓക്കെ. സ്കെച്ച് സ്റ്റാർട്ട് ചെയ്തു, എക്സ്പെക്ട്ലി സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം? സെന്റർ റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഡയമെൻഷൻസ് എത്രയായിരുന്നു? 90, 96. ടാബ് കീ പ്രസ് ചെയ്തു. 64. ഓക്കെ. നമ്മുടെ എന്തായിട്ടുണ്ട്? ഫസ്റ്റ് പീസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇത് എത്രയായിരുന്നു? തിക്നെസ് എത്രയായിരുന്നു? തിക്നെസ് 16. മണ്ടയ്ക്കോട്ട് 16ആണ് തിക്നെസ് വരുന്നത്. ഓക്കെ. സ്കെച്ച് ഫിനിഷ് ചെയ്തു. നിങ്ങൾ ഓർക്കുക, ഞാൻ ഓരോ കാര്യം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് സ്വയമേ ചെയ്തിട്ടേ നമുക്ക് ക്യാരിയൽ പ്രോഗ്രസ് വരാൻ പറ്റും. അപ്പൊ ഞാൻ ഓരോ കാര്യം എടുത്തു പറഞ്ഞിട്ട് കാര്യം, ഇത് നമുക്ക് അറിയത്തില്ലേ? എക്സ്ട്രൂഡ് ചെയ്യണം, 16 mm എക്സ്ട്രൂഡ് ചെയ്യണം. അതുകൊണ്ട് 16 ഇവിടെ കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് എൽ ഷേപ്പ് കിട്ടണം. ഇവിടെ ഒരു എൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ മണ്ടയ്ക്കോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റെക്ടാങ്കിൾ പോകുന്നുണ്ട്. ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്ര? 48 ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? അത് 16 mm ആണ്. അപ്പൊ നമുക്ക് അതിനുള്ള പരിപാടി, ഈ ഫേസിനെ സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഇത് ചെയ്തു. സെന്ററിലാണ് ഇവിടെ 2 പോയിന്റാണ് വേണ്ടത്. ഇവിടെ ഗ്രീൻ ആവുമ്പോൾ എഡ്ജായി. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരാൻ കാരണം നമ്മൾ നേരത്തെ കുറെ തവണ ചെയ്തിട്ടുള്ള കോയിൻസിഡന്റ് കൺസ്ട്രെയിന് വേണ്ടിയാണ്. ഇതാകുമ്പോൾ ഇത് കോയിൻസിഡന്റ് ആകും. പിന്നെ ഇതിന്റെ തിക്നെസ് എത്രയായിരുന്നു? 16 mm. എന്തൊരു പോവാ? 16 mm. ഡയമെൻഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ പോയിന്റിന്റെ ഇടയിലുള്ള തിക്നെസ് എത്ര? 16 mm സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ബേസിക് സ്കെച്ചായി. ഇനി ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. ഏതിനെയാ? ഈ ഫേസിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എത്ര ആയിരുന്നു അതിന്റെ എക്സ്ട്രൂഷൻ? 48 mm. 48 mm എക്സ്ട്രൂഡ് ചെയ്തു. ഇനി ഇതിനകത്ത് കിടക്കുന്നത് എന്താണ്? ഇവിടെ ഫില്ലറ്റ് ചെയ്യണം. ഇവിടെ കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റിന്റെ റേഡിയസ് എത്ര? 32 mm ആണ് ഫില്ലറ്റിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. ഫില്ലറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. റേഡിയസ് 32 mm കൊടുത്തു. എഡ്ജ് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഫില്ലറ്റ് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ആ സ്ട്രക്ചറിന്റെ ലെങ്ത് 40, പിന്നെ ബ്രെഡ്ത്ത് ടോട്ടൽ 64 അല്ലേ? 64 മൈനസ് 22 എത്ര? 42. ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഈ ലെങ്ത് 40, ബ്രെഡ്ത്ത് 42. കാരണം 64 ഉണ്ട്, ഇവിടെ ഡിസ്റ്റൻസ് 22 ആണ്. 64 മൈനസ് 22 ഈസ് 42. ഇതിന്റെ ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമ്മുടെ ഊഹം വെച്ച് നമുക്ക് മനസ്സിലാകാം. അല്ലെങ്കിൽ ഇവിടെ ഡയമെൻഷൻ എടുക്കേണ്ടത് അത് പാടാം. ഇവിടെ എന്താണ്? ഇവിടെ 42 ആണ് അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യണം. സോ നമുക്ക് ഇതിന് ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ പ്രോബ്ലംസ് കണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫീച്ചറിന്റെ എന്ത് മനസ്സിലാവും? നമുക്ക് അതിന്റെ ഫങ്ഷൻസ് മനസ്സിലാവും. അല്ലാതെ വീണ്ടും ഓരോ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ലെങ്ത് എത്ര ആയിരുന്നു?
ലെങ്ത് എന്ന് പറയുന്നത്, സോറി, ഡയമെൻഷൻസ് എന്ന് നോക്കട്ടെ. ഇതിന്റെ ഇതെന്ന് പറയുന്നത് 40, പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 28. ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ അത് 42 വരണം. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഹൈറ്റ് 28. ഓക്കെ. ഇപ്പൊ നമ്മൾ 2 പോയിന്റ് റെക്ടാങ്കിൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്ന് പറയുന്നത് 40, ടാബ് ഇവിടെ എന്ന് പറയുന്നത് 28. ഓക്കെ. ഫുള്ളി കൺസ്ട്രെയിൻഡ് റെക്ടാങ്കിൾ ആയിട്ടുണ്ട്. എന്താ ഇങ്ങനെ? ഓക്കെ. ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഞാൻ ചേഞ്ച് ചെയ്തു. എത്ര ഇവിടെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് 42 mm ആണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ഓക്കെ അടിച്ചു. അതിനു മുമ്പേ എക്സ്ട്രൂഡ് ചെയ്യാൻ വരട്ടെ. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വിട്ടുപോയല്ലോ. എന്താണ് എന്താണ് നമ്മൾ ചെയ്യാൻ വിട്ടുപോയത്? സ്കെച്ച് ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു ഓഫ് റേഡിയസ് 24. ആ സർക്കിൾ നമ്മൾ ഇടാൻ മറന്നുപോയി. ഓക്കെ. അപ്പൊ ആ സർക്കിൾ നമ്മൾ ഇവിടെ ഇടാം. സെന്റർ കണ്ടുപിടിക്കുക. ആ, സെന്റർ കിട്ടി. ഇങ്ങനെ ഗ്രീൻ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ സെന്റർ ആണ്. ഗ്രീൻ ഡോട്ട് ഡിനോട്ട്സ് സെന്റർ ഓഫ് ലൈൻ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 24 mm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ആ സർക്കിളായി ഈ ബാക്കി പോർഷൻസ് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഓക്കെ. ഇപ്പോഴാണ് നമ്മുടെ, കാരണം ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, എങ്കിലേ നമുക്ക് ഈ ഡിസൈൻ കിട്ടത്തുള്ളൂ. അല്ല മറ്റേത് ചെയ്തിട്ട് വീണ്ടും സ്കെച്ച് മോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ട് കേസാണ്. അപ്പം ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് 42 mm. ഓക്കെ. ഇനി നമ്മുടെ സ്കെച്ചിനകത്ത് എന്താണ്? നമ്മുടെ സ്കെച്ചിനകത്ത് ഇവിടെ ഇങ്ങനെ റെക്ടാങ്കുലർ സ്ലോപ്പ് ഉണ്ട്. ഈ സ്ലോപ്പിന്റെ തിക്നെസ് 12 mm. ലെങ്ത് ബാക്കി ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ മതി. ഇത് നമുക്ക് ലൈൻ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ ഫേസ് അങ്ങോട്ട് സെലക്ട് ചെയ്യുക, സ്കെച്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലൈൻ എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. പിന്നെ ഇതിന്റെ തിക്നെസ് എത്രയായിരുന്നു? തിക്നെസ് 12 mm. 12 mm തിക്നെസ്. സ്കെച്ച് ഫിനിഷ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. എത്രയാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്? 12 mm. 12 mm എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ലാസ്റ്റ് പാർട്ട്, ഇവിടെ 16 mm ഒരു ഇത് കിട്ടും, ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ ഫേസ് സെലക്ട് ചെയ്തു, ഇവിടത്തെ ക്ലിക്ക് ചെയ്തു, ലൈൻ സെലക്ട് ചെയ്യുക, റാൻഡം പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ലെങ്തിൽ കൊണ്ടുവന്ന് അവിടെ നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയല്ലോ. അവിടെ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂ ചെയ്തില്ല, അതിനെ കണ്ടിന്യൂ ചെയ്യണ്ടായിരുന്നു. ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു, അതിന് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു കാര്യം ചെയ്യാം, നോർമൽ തന്നെ അങ്ങ് വരയ്ക്കാം, ഡയമെൻഷൻ കൊടുക്കാൻ മതി. ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇവിടെയും ഇതിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, പിന്നെ ഇതിനെ ഇതിനെ ജോയിൻ ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക്. ഓക്കെ. ഇനി ഇതിന്റെ ഇതില്ലായിരുന്നു. ഓക്കെ, അതുണ്ട്. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് എത്ര? ഇവിടെ നിന്ന് 16 mm, ഇവിടുത്തെ തിക്നെസ് 16 mm, ഇവിടുത്തെ തിക്നെസ് 16, ഈ തിക്നെസ് 16 mm. അപ്പം നമുക്ക് ഡയമെൻഷൻ സെലക്ട് ചെയ്യാം, എന്നിട്ട്
thickness is 16 okay. ഇനി അടുത്ത ഡയമെൻഷൻ എന്താണ്? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതും 16 mm. ഡയമെൻഷൻ സെലക്ട് ചെയ്തു. ഈ ഫേസ് ഈ സെലക്ട് ചെയ്തു. അപ്പൊ പ്രശ്നം വന്നില്ലേ? അത് സാരമില്ല, അത് നമുക്ക് സെറ്റാക്കാം. ഇനി എന്താണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? 20 mm. ഇതിന്റെ ഹൈറ്റ് ഇതിന് വന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാല് നമ്മള് ഈ ഡയമെൻഷൻ ഇവിടെ കൊടുത്തെന്ന് വിചാരിച്ചു. ഈ ഡയമെൻഷൻ ഇവിടെ കൊടുത്തെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത് ടാൻജൻഷ്യൽ ആയി. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് ഒന്ന് കൊടുക്കാം. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 mm. ഇതിന്റെ പോയിന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 16 mm. 16 അല്ലായിരുന്നോ? അത് എത്രയായിരുന്നു? 12. ഓക്കെ, ശരി. ഇപ്പൊ ഇവിടെ നമ്മൾ ഞാൻ മുമ്പ് ചെയ്തത് എന്താന്ന് വെച്ചാല് ഇവിടെ ഞാൻ 2 പാരലൽ ലൈൻസ് വരച്ചു. എന്നിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല് ലൈന് നമ്മൾ കർസർ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? ആ ലൈൻ വരയ്ക്കും. കർസറിൽ ഒരിക്കലും പ്രസ് ചെയ്യരുത്. കർസറിനെ പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പം പക്ഷെ കർസറിനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ആർക്കായി. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഞാൻ ഇവിടെ 2 പാരലൽ ലൈൻ വരച്ചു. ഇതിനെ ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അങ്ങനെ ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈനെ ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു, ഇവിടെ കർസറിനെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കർവ് വരച്ചു. ഞാൻ സാധാരണ ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ കർസറിനെ പ്രസ് ചെയ്യാറില്ല. ജസ്റ്റ് ഈ പോയിന്റിൽ ഞാൻ കർസറിനെ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവിടെയും ചുമ്മാ കർസറിനെ ഒന്ന് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ്. പക്ഷെ ഇവിടെ വന്നപ്പം ഞാൻ കർസറിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ പോയി. അപ്പൊ എനിക്കൊരു കർവ് കിട്ടിയ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കർവ് എപ്പോഴും ടാൻജൻഷ്യൽ കർവ് ആയിരിക്കും. അതുകൊണ്ട് അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ സ്കെച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സ്ട്രൂഡഡ് കട്ട് ത്രൂ ഓൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലെങ്തിൽ ഇത് കട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഷേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.